യൗമ ലാ ളില്ല ഇല്ലാ ളില്ലു അർശിഹി. നാളെ പടച്ചറപ്പിന്റെ ദർബാറിൽ കത്തിച്ചൊരിക്കുന്ന സൂര്യനെ തലയ്ക്ക് മീതെ നിർത്തിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കത്തിച്ചൊരിക്കുന്നതാകുന്ന നരകത്തെ മുന്നിൽ കൊണ്ടുവന്ന് വിചാരണ ചെയ്യുന്ന വേളയിൽ എല്ലാ ജനകോടികളും വിറങ്ങലിച്ചു നിൽക്കുന്ന സമയത്ത് അല്ലാഹുവിന്റെ അർശിന്റെ തണല് ഒരു വിഭാഗത്തെ അല്ലാഹു പൊതിയുമത്രേ. വഖൽബുഹു മുഅല്ലഖുൻ ബിൽ മസാജിദ്. അവന്റെ ഹൃദയം എപ്പോഴും പള്ളിയോട് ബന്ധപ്പെട്ട് കിടക്കുന്നവനാണ്. രാവിലെ സുബഹി നമസ്കരിക്കാൻ പള്ളിയിൽ വന്നവനാണ്. നമസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പോഴും അവന്റെ ചിന്ത ഇതാ ളുഹറിന് പള്ളിയിൽ എത്തണമെന്നുള്ള ചിന്തയാണ്. ളുഹർ നമസ്കരിച്ചിട്ട് തിരിച്ചു പോകുമ്പോഴും അവന്റെ മനസ്സിന്റെ അകത്തളങ്ങളിലുള്ള ചിന്ത ഇതാ അസ്ർ നമസ്കാരത്തിന് പള്ളിയിലേക്ക് ജമാഅത്തിന് വരണമെന്നുള്ളതാണ്. അടുത്തിന്റെ ബാങ്കിന്റെ വിളി, മഗ്രിബിന്റെ ബാങ്കിന്റെ മൊഴി, അത് കേൾക്കുമ്പോൾ തന്നെ സുന്ദരമായ ആ ബാങ്കിന്റെ മധുരമൊഴി കർണനാദത്തിലേക്ക് അലയൊല്ലി കൊള്ളുന്നതിന് മുമ്പ് തന്നെ നമസ്കരിക്കാൻ പള്ളിയിലേക്ക് വരണമെന്നുള്ള ചിന്തയാണ്. ഹയ്യ അലസ് സ്വലാഹ്, ഹയ്യ അലൽ ഫലാഹ്. നമസ്കാരത്തിലേക്ക് വരൂ, വിജയത്തിലേക്ക് വരൂ എന്നുള്ള മനോഹരമാകുന്ന ശബ്ദം അവൻ ഇതാ കർണപുടത്തിലേക്ക് അലയൊല്ലി കൊള്ളുന്നതിന് മുമ്പ് നമസ്കരിക്കാൻ വരണേ എന്നുള്ള ചിന്തയാണ്. ഈ ചിന്ത വെക്കുന്ന ആളുകൾക്ക് തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല അർശിന്റെ തണൽ നൽകുമെന്ന് ഹബീബായ റസൂലുള്ളാഹി. പള്ളിയിൽ പ്രവേശിച്ചവന് അർശിന്റെ തണൽ എന്നല്ല പറഞ്ഞത്, പിന്നെന്താ പറഞ്ഞത്? വഖൽബുഹു മുഅല്ലഖുൻ ബിൽ മസാജിദ്. പള്ളിയുമായി ഹൃദയം ബന്ധപ്പെട്ട് കിടക്കുന്നവൻ അവൻ അർശിന്റെ തണൽ. പള്ളിയുമായി ഹൃദയം ബന്ധപ്പെട്ടിട്ടുള്ളൂ അങ്ങനത്തെ എന്തുണ്ട്? അർശിന്റെ തണലുണ്ട്. അല്ലാഹു തൗഫീഖ് തരട്ടെ. നല്ലതുപോലെ ചിന്തിക്കണം. പള്ളിക്കകത്ത് കയറിയിരിക്കുന്നവൻ എന്നല്ല പറഞ്ഞത്, പള്ളിയോട് ബന്ധപ്പെട്ട കണക്ഷൻ വെക്കുന്നവൻ, ആ പള്ളിയുടെ കാര്യങ്ങൾ നോക്കി നടത്തുന്ന കമ്മിറ്റി ഭാരവാഹികൾ, അവർക്ക് കിട്ടുന്ന നേട്ടം, ആ പള്ളിയുടെ കാര്യങ്ങൾ പരിപൂർണമായി നടക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധ ചെലുത്തുന്നവർ, പള്ളിയിൽ ചെലന്തി വില കിടക്കുന്നു അത് അടിച്ചു തൂക്കാൻ വേണ്ടി ആരെയും വിളിക്കണ്ട, സ്വന്തമായിട്ടൊരു ചൂലെടുത്തിട്ട് അത് വൃത്തിയാക്കുന്നവൻ, അതുമായിട്ട് ബന്ധം സ്ഥാപിക്കുന്നവൻ, അർശിന്റെ തണൽ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ചെറിയ കാര്യമല്ല, വലിയ തൗഫീഖാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ചെറിയ കാര്യമാണോ? ഇതൊരു ഉത്തരവാദിത്തമാണ്, ഭയങ്കര ഉത്തരവാദിത്തമാണ്. പള്ളി കമ്മിറ്റി എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഉത്തരവാദിത്തമുള്ള കാര്യമാണ്. ഓരോരുത്തരും ഈ സദസ്സിലിരിക്കുന്ന ഓരോരുത്തർക്കും ഹക്കിടപാടുകളുണ്ട്, അമാനത്തുണ്ട്. നമ്മളൊക്കെ വിശ്വാസികളാണ്. നമ്മുടെ ജീവിതത്തിൽ സത്യസന്ധത ഉണ്ടാകണം. നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിച്ചു തന്ന ദൗത്യങ്ങളെ പരിപൂർണമായി നമ്മൾ നിർവഹിക്കണം. അപ്പോഴേ മുഅ്മിനാവുള്ളൂ. അല്ലാഹു തൗഫീഖ് തരട്ടെ. അങ്ങനെ അല്ലാഹു നമ്മുടെ കൈകളിലേക്ക് ഏൽപ്പിച്ചതാണ് നമസ്കാരം, നോമ്പ്, റമദാൻ നോമ്പ്, പരിശുദ്ധമായ സക്കാത്ത്, പരിശുദ്ധമായ ഹജ്ജ് കർമ്മം, ഇതൊക്കെ പടച്ചറപ്പ് നമ്മളിലേക്ക് ഏൽപ്പിച്ചതാ. ആ ഹക്കടപാടുകൾ നമ്മൾ ഏറ്റെടുത്തു. മുസ്ലിമീങ്ങൾ നമ്മൾ അത് പാലിക്കണം. നമ്മൾ അല്ലാഹു തൗഫീഖ് തരട്ടെ. ഈ ഹക്കടപാടുകൾ പരിപൂർണമായി ബദ്ധശ്രദ്ധ പതിപ്പിക്കണം. അപ്പോഴേ യഥാർത്ഥ വിശ്വാസികളാവുകയുള്ളൂ. കടമകളാണ് ഇത്, കടപ്പാടുകളാണ്. അമാനത്ത് എന്ന് പറയുന്നത് ചെറിയ വിഷയമല്ല, വലിയ ഗൗരവമുള്ള വിഷയമാണ്. ഓരോരുത്തർക്കും ഉണ്ട് അമാനത്ത്. ഭർത്താവിന് ഭാര്യയോടുണ്ട് കടപ്പാടുകളും കടമകളും, ഭാര്യയ്ക്ക് ഭർത്താവിനോടുണ്ട് കടമകളും കടപ്പാടുകളും. ആ ഭാഗങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. കുടുംബക്കാരോടുണ്ട് നമുക്ക് കടമകളും കടപ്പാടുകളും, നാട്ടുകാരോട് നമുക്ക് കടമകളും കടപ്പാടുകളും, അയൽവാസികളോട് നമുക്ക് കടമകളും കടപ്പാടുകളും, നാട്ടിലുള്ളതാകുന്ന സഹോദര സമുദായത്തിൽപ്പെട്ടതാകുന്ന ആളുകളോടുണ്ട് കടമകളും കടപ്പാടുകളും. എന്തിനേറെ ഇവിടെ ജീവിക്കുന്നതാകുന്ന ജീവജാലങ്ങളോടും സസ്യലതാദികളോടും എല്ലാം മുസ്ലിമീങ്ങൾക്ക് കടപ്പാട്. മുസ്ലിമാണോ? നിനക്ക് കടപ്പാടുണ്ട്. സയ്യിദുനാ റസൂലുള്ളാഹി എല്ലാത്തിനോടും കടമകളും കടപ്പാടുകളുണ്ട്. അത് പരിപൂർണമാകുമ്പോഴേ നമ്മൾ യഥാർത്ഥ വിശ്വാസികളാവുകയുള്ളൂ, വിജയിക്കുകയുള്ളൂ. بسم الله الرحمن الرحيم قد أفلح المؤمنون قد أفلح المؤمنون الذين هم في صلاتهم خاشعون والذين هم عن اللغو معرضون والذين هم للزكاة
فاعلون والذين هم لفروجهم حافظون إلا على أزواجهم أو ما ملكت أيمانهم فإنهم غير ملومين فمن ابتغى وراء ذلك فأولئك هم العادون والذين هم لأماناتهم وعهدهم راعون والذين هم لأماناتهم وعهدهم راعون والذين هم على صلاتهم يحافظون أولئك هم الوارثون الذين يرثون الفردوس هم فيها خالدون പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ മുഅ്മിനൂനിലൂടെ അല്ലാഹു വ്യക്തമായി പഠിപ്പിക്കുകയാണ്. വിശ്വാസികളെ നടത്തം വരുന്ന ഒരു സൂക്തത്തെ അഭിസംബോധന ചെയ്യുന്നത് തന്നെ അല്ലാഹു ഓർമ്മപ്പെടുത്തുന്നത് തന്നെ ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ തീർച്ചയായും മുഅ്മിനീങ്ങൾ വിജയിച്ചു, മുഅ്മിനീങ്ങൾ വിജയിച്ചു. ആരാണ് മുഅ്മിൻ എന്നറിയുമോ? ആരാണ് ഈ വിജയം എന്നറിയുമോ? അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ അവർ നമസ്കാരത്തിൽ ഭയഭക്തിയുള്ളവരാണ്. അവർ അല്ലാഹുവിന്റെ മുന്നിൽ നിലകൊള്ളുമ്പോൾ അവർ ഭയത്തോടു കൂടി നിലകൊള്ളുന്നവരാണ്. പടച്ചറബിന്റെ മുന്നിലാണ് നിൽക്കുന്നത് എന്നുള്ള ബോധം അവരുടെ മനസ്സിന്റെ അകത്തളങ്ങളിൽ തുടികൊള്ളുന്നവരാണ്. അതുകൊണ്ട് അവരെടുക്കുന്ന അവർ ശ്രദ്ധിക്കുന്നവരാണ്. അവർ വർത്തമാനം പറയാതിരിക്കുന്നവരാ. ആവശ്യമില്ലാത്ത ഫനായും ഫസാദിലും ഏർപ്പെടാതെ വളരെ ഭയഭക്തിയോടുകൂടി പള്ളിയിലേക്ക് ഇഅ്തികാഫിന്റെ നിയ്യത്തോടുകൂടി കയറുന്നവരാണ്. ഇതിരിക്കുന്നത് പടച്ചറബിന്റെ മുന്നിലാണ്, ഞാൻ അല്ലാഹുവിന്റെ മുന്നിലാണ് നമസ്കരിക്കുന്നത് എന്നുള്ള ബോധത്തോടുകൂടിയാണ് അവൻ കൈകെട്ടുന്നത്. അല്ലാഹുവിന്റെ റസൂൽ തന്നെ പറഞ്ഞില്ലയോ, മൻ ഖാമ ഇലാ സ്വലാ ആരെങ്കിലും നമസ്കരിക്കാൻ വേണ്ടി നിന്ന് കഴിഞ്ഞാൽ അവനും അല്ലാഹുവിന്റെ ഇടയിലുള്ള വാതിലുകളെ അല്ലാഹു തുറന്നു കൊടുക്കുകയാണ്. ഏഴാൻ ആകാശത്തിന്റെ വാതിലുകൾ അല്ലാഹു തുറക്കുകയാണ്. ആലമുൽ ജബറൂത്ത് മാറുകയാണ്, ആലമുൽ മലകൂത്ത് അവന്റെ മുന്നിൽ തുറക്കുകയാണ്, ആലമുൽ നാസൂത്ത് അവന്റെ മുന്നിൽ തുറക്കപ്പെടുകയാണ്. ഏഴ് ആകാശങ്ങൾക്കപ്പുറം അല്ലാഹുവിന്റെ അർശിന്റെ ഉടമസ്ഥനായ പടച്ചറബിലേക്കുള്ളതാകുന്ന എല്ലാ കവാടങ്ങളും അവന്റെ മുന്നിൽ ഇതാ തുറക്കപ്പെടുകയാണ്. ഈ ലോകത്തിന്റെ തമ്പുരാനായ, ഈ ലോകത്തിന്റെ ജഗന്നിയന്താവായ, ഈ ലോകത്തിന്റെ പരിപാലകനായ, ഈ ലോകത്തിന്റെ സർവേശ്വരനായ, ഈ ലോകത്തിന്റെ സർവാധിപതിയായ, ഈ ലോകത്തുള്ള സർവ്വജീവജാലങ്ങൾക്കും ആഹാരം നൽകുന്നവനായ കിഴക്കൻ ചക്രവാളത്തിൽ നിന്ന് സൂര്യന്റെ പ്രഭ വടവൃക്ഷങ്ങളിൽ കളകൂജലങ്ങൾ പൊഴിച്ചുകൊണ്ട് വിദൂരങ്ങളിലേക്ക് പറന്നകന്നു പോകുന്ന പക്ഷി പറവാദികൾക്ക് മുൻ ചിന്താഗതിയല്ലാതെ ഭക്ഷണം നിശ്ചയിച്ച അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെയും അവന്റെയും ഇടയിലുള്ള മറ അല്ലാഹു പരിപൂർണമായി നീക്കുമത്രേ. ഒരു വ്യക്തി നമസ്കരിക്കാൻ നിൽക്കുമ്പോഴെന്ന് ഹബീബുനാ റസൂലുള്ളാഹി നമസ്കാരത്തിൽ ഭയഭക്തി വേണേ മുഅ്മിനേ. നമസ്കരിക്കാൻ നിൽക്കുമ്പോൾ ഭയഭക്തിയുള്ള മുഅ്മിൻ തീർച്ചയായും വിജയിച്ചു എന്ന് വിശുദ്ധമായ ഖുർആൻ. الذين هم على صلاتهم
صلاتهم يحافظون. അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തുകൾ ഇതാ വിശദീകരിച്ചുകൊണ്ട് ഓരോന്നായി പറയുകയാണ്. തന്റെ ഗുഹ്യത്തെ അന്യരിൽ നിന്ന് സംരക്ഷിക്കുന്നതാകുന്ന സ്ത്രീ പുരുഷന്മാർ അവരും വിജയിച്ചവരാണ്. അല്ലാഹുവിന്റെ റസൂൽ ഓരോ കാര്യങ്ങൾ എടുത്തുകൊണ്ട് പറയുകയാണ്. എന്നിട്ട് പറയുന്നു വല്ലദീനഹും ലിഅമാനാതിഹിം വഅഹദിഹിം റഊൻ. ഹക്കിടപാടുകളെ സൂക്ഷിക്കുന്നവരാരാണോ, ഹക്കിടപാടുകളെ ശ്രദ്ധിക്കുന്നവരാരാണോ, ഏറ്റെടുത്തതാകുന്ന ദൗത്യങ്ങൾ പരിപൂർണമായി നിർവഹിക്കുന്നവരാരാണോ അവരും വിജയിച്ചു എന്ന് വിശുദ്ധമായ ഖുർആൻ. അല്ലാഹു കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തട്ടെ. ഏറ്റെടുത്ത ദൗത്യങ്ങൾ, അമാനത്തുകൾ, ഹക്കിടപാടുകൾ ശ്രദ്ധിക്കണം. അത് ഇട്ടേച്ചങ്ങോട്ട് പോകാൻ പാടില്ല. ഞാൻ ഏറ്റെടുത്താണ്, നമ്മൾ റാഹത്താൻ വേണ്ടി കമ്മിറ്റിയിലൊന്ന് ഇരിപ്പിടം കിട്ടാൻ വേണ്ടി ഏറ്റെടുത്താണ്. അങ്ങനെയാകാൻ പാടില്ല. എല്ലാ വിഷയത്തിലും വിവാഹം കഴിക്കുന്നവൻ ഭാര്യയെ പോറ്റാൻ കഴിവില്ലെങ്കിൽ നോമ്പ് പിടിച്ച് കഴിയണമെന്നാണ് വിശുദ്ധ ഇസ്ലാം. ഇത് പെണ്ണ് കെട്ടിയിട്ട് റാഹത്തായിട്ട് ഇവൻ ബേക്കൽ കോട്ടയിൽ പോയി ഇരിക്കാണ്, കടപ്പുറത്ത് പോയി ചൂണ്ടേറിഞ്ഞിട്ട് പെണ്ണിനെ അമ്മായിപ്പം പോറ്റിക്കോട്ടെ. പറ്റൂല. വിവാഹം കഴിക്കുന്നവന് കഴിവില്ല എങ്കിൽ എന്ത് ചെയ്യണമെന്ന് വിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചത്? എന്ത് ചെയ്യണം? ചൂണ്ടയിടണം, നോമ്പ് തോറ്റണം. ഇത് വിവാഹമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വാപ്പാടുത്ത് ഏൽപ്പിച്ചേക്കാം, നോക്ക് ചെലവ് കൊടുക്കണം, റാഹത്താണ്. പിന്നെ ഇവ ജോലിക്കൊന്നും പോകുന്നില്ല, ഇങ്ങനെ റാഹത്തായിട്ട് ഇരിക്കും. അങ്ങനെ കുറെ പേരുണ്ട്. മാറി ചിന്തിച്ചോ. അല്ലാഹു തൗഫീഖ് തരട്ടെ. എന്നതുപോലെയാണ് ഈ ഉത്തരവാദിത്തം ഏറ്റെടുത്താൽ പിന്നെ കൈയ്യട്ടിരിക്കാൻ പറ്റൂല, പണിയെടുക്കണം. ഓരോരുത്തർക്കും അവരവർക്കുള്ള ഹക്കിടപാടുകൾ, അത് ഓരോരുത്തർക്കും ഈ സദസ്സിലിരിക്കുന്ന ഓരോരുത്തരും കുടുംബനാഥനാണോ നിന്റെ കുടുംബത്തോടുള്ള ഹക്കിടപാടുകൾ തീർത്തിരിക്കണം. കമ്മിറ്റി ഭാരവാഹികളാണോ പള്ളിയോടുള്ള കമ്മിറ്റി ആ ഭാരവാഹിത്വം പരിപാലനം പരിപൂർണമായി ബദ്ധശ്രദ്ധ പതിപ്പിച്ചിരിക്കണം. അങ്ങനെ പൂർത്തീകരിക്കുന്ന മുഅ്മിനീങ്ങളാണ് വിജയിച്ചവർ. പൂർത്തീകരിക്കാത്തവർ വിജയിച്ചിട്ടില്ല. അതാണ് ഖുർആൻ പറഞ്ഞതിന്റെ ആശയം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലാഹ യഅമുറുകും അൻ തുഅദ്ദുൽ അമാനാതി ഇലാ അഹ്ലിഹാ وإذا حكمتم بين الناس أن تحكموا بالعدل إن الله نعم ما يعظكم به إن الله كان سميعا بصيرا. പരിശുദ്ധമായ ഖുർആൻ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തീർച്ചയായും നിങ്ങളോട് കൽപ്പിക്കുന്നത് അൻതഹകുമൂ ബിൽ അദ്ൽ അൻ തുഅദ്ദുൽ അമാനാതി ഇലാ അഹ്ലിഹാ. അല്ലയോ ഭരണകർത്താക്കളെ, പരിപാലന സമിതി അംഗങ്ങളെ, നിങ്ങളെ ഏൽപ്പിച്ച ദൗത്യം നിങ്ങൾ കൃത്യമായി നിർവഹിക്കണേ എന്ന് വിശുദ്ധമായ ഖുർആൻ. നിങ്ങളെ ഏൽപ്പിച്ച ദൗത്യം നിങ്ങൾ പരിപൂർണമായി ശ്രദ്ധിക്കണേ. ഖുർആൻ പറയാ, ചെറിയ ദൗത്യമല്ല നിങ്ങളോട് ഏൽപ്പിക്കപ്പെട്ടത്. പള്ളിയുടെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. പള്ളിയിൽ എവിടെയെങ്കിലും ടാപ്പ് പൊട്ടിക്കിടപ്പുണ്ടോ നോക്കണം, ബാത്റൂമിലുണ്ടോ, വെള്ളം ചോരുന്നുണ്ടോ, കമ്മിറ്റിക്കാരെ ശ്രദ്ധിക്കണം. എപ്പോഴും പള്ളിയായിട്ട് ബന്ധം വേണം. സദാസമയം വരണം, പള്ളിയിൽ വഖത്തിന് വരണം. നിസ്കാരം കമ്മിറ്റിയിൽ പാടില്ലല്ലോ, നിസ്കാരം വേണം, നിർബന്ധം. അതാണ് ഇതിന്റെ കണ്ടീഷൻ. കമ്മിറ്റിക്കാരനാകണമെന്നുള്ളതിൽ തന്നെ അതിന്റെ കണ്ടീഷൻ, നിയമവ്യവസ്ഥയുണ്ട്, അതിന്റെ ക്വാളിഫിക്കേഷൻ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. നമ്മളാരും പറയാൻ പരിപാലന സമിതിയങ്ങളിൽ വരണമെങ്കിൽ തന്നെയുള്ള ക്വാളിഫിക്കേഷൻ, ആ ക്വാളിഫിക്കേഷൻ ആദ്യം ഉണ്ടാക്കിയെടുക്കുക. അതില്ലാത്തവർ അസ്സലാമു അലൈക്കും നമുക്കിത് പറ്റുന്ന പണിയല്ല എന്ന് പറഞ്ഞവര് പോവുക. എന്താണ് ക്വാളിഫിക്കേഷൻ? വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉറപ്പെടുത്തുകയാണ്, ഇന്നമാ യഅമുറു മസാജിദല്ലാഹ് മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ വഅഖാമ الصلاة وآتى الزكاة ولم يخش إلا الله فعسى أولئك أن يكونوا من المهتدين.
പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ തൗബയിലൂടെ അല്ലാഹു ഉറപ്പെടുത്തുകയാണ്, ഇന്നമാ യഅ്മുറു മസാജിദല്ലാഹ്, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പള്ളി പരിപാലിക്കാൻ അർഹരായവർ മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അല്ലാഹുവിനെ കൊണ്ടും അന്ത്യനാളിനെ കൊണ്ടും വിശ്വാസമുള്ളവർക്ക് മാത്രമാണ് പള്ളിയുടെ പരിപാലനം പറ്റുന്നത് എന്ന് വിശുദ്ധമായ ഖുർആൻ. ചില മക്ബറകളുള്ള പള്ളി ഉണ്ടാകും, അതുപോലെ കോംപ്ലക്സുകൾ ഉള്ളതാകുന്ന പള്ളി കമ്മിറ്റിക്കാരുണ്ടാകും. പൈസ എടുത്തിട്ട് റാഹത്തായിട്ട് റോൾ ചെയ്യാം, കുറച്ചൊരു 10 ലക്ഷം എടുത്തിട്ട് അല്ലെങ്കിൽ 20 ലക്ഷം എടുത്തിട്ട് കുറച്ച് അങ്ങോട്ട് മറിച്ച് ഇങ്ങോട്ട് മറിച്ച് മകന്റെ കല്യാണത്തിന് ചെലവഴിച്ച് ഒക്കെ പിന്നെ കുറച്ച് കഴിയുമ്പോൾ കണക്ക് വയ്ക്കുമ്പോൾ തിരിച്ചു വെച്ചാൽ മതി. ആ പരിപാടിയൊന്നും പറ്റൂല. അതാണ് മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അല്ലാഹുവിനെ കൊണ്ടും വിശ്വസിക്കണം, അന്ത്യദിനത്തിലും വിശ്വാസം വേണം. പടച്ച റബ്ബിന്റെ അടുത്ത് നാളെ പിടുത്തം വീഴുമെന്നുള്ളൊരു ബോധമുള്ളവനെ പള്ളി കമ്മിറ്റിക്കാരിക്കുള്ളൂ. ഇന്നമ എന്ന് പറഞ്ഞാൽ അതിന്റെ ഹസ്ർ താലിയുടെ താലിയിലാണ്. എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞതാകുന്ന ഓരോ ഘടകങ്ങളിലും ഉൾപ്പെടണം. ഇങ്ങനെ ഉള്ളവർക്ക് മാത്രമാണ് അള്ളാഹുവിന്റെ പള്ളിയെ പരിപാലിക്കാൻ അർഹത എന്നർത്ഥം. അള്ളാഹുവിനും വിശ്വാസം വേണം, അന്ത്യദിനത്തിനും വിശ്വാസം വേണം. അങ്ങനത്തെ ഒരുത്തനെ പള്ളി കമ്മിറ്റിയിൽ ഇരിക്കാൻ അർഹതയുള്ളൂ. തീർന്നില്ല, വീണ്ടും ഉണ്ട് നിയമം. അത് പഠിക്കണ്ട. നമ്മുടെ പള്ളി മാത്രമല്ല കേട്ടോ, ഇപ്പൊ പള്ളിയോട് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഞാൻ മഹല്ല് പരിപാലനം എന്നുള്ള വിഷയമായിട്ട് അങ്ങനെ അങ്ങോട്ട് പറഞ്ഞതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇവിടെ ഇരിക്കുന്നവരോട് ഉത്സാഹം അവരെന്ന് പറയാം. അങ്ങനെയൊന്നും ഇത് എല്ലാ മഹല്ല് കമ്മിറ്റിക്കും ഉൾപ്പെടാൻ വേണ്ടി ഇതിലായില്ലേ പേര് കേൾക്കട്ടെ, എല്ലായിടത്തും എത്തണ്ടേ. ഇതൊക്കെ ദീനല്ലേ, ജനങ്ങൾക്ക് പഠിക്കണ്ടേ, അറിവെത്തണ്ടേ ജനങ്ങൾക്ക്. ലോകത്തുള്ള എല്ലാ മഹല്ല് ഈ വിഷയത്തിലാണ്. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്, പഠിക്കേണ്ട വിഷയമാണ്. ഖുർആനല്ലേ, ഈ ഖുർആൻ ആയത്തുകൾ അവിടെ കടന്നാൽ മതി. നമ്മൾ പഠിക്കണ്ടേ, സമൂഹം മനസ്സിലാക്കണ്ടേ, ആരാണ് പള്ളി പരിപാലിക്കേണ്ടവർ, അവരുടെ ഉത്തരവാദിത്വം എന്ത് മനസ്സിലാക്കണം. നമ്മൾ നമസ്കാരം 5 വഖത്ത് പരിപൂർണമായി നിർവഹിക്കുന്നവർക്ക് മാത്രമാണ് പള്ളിയുടെ പരിപാലനം പറ്റുക എന്ന് വിശുദ്ധമായ ഖുർആൻ. അല്ലാതെ ജുമായിക്ക് മാത്രം നമ്മളിവിടെ എത്തിയിട്ടുണ്ട്, പിന്നെ കാണുന്നില്ല ആ പരിപാടി. 5 വഖത്ത് ഒന്നാമത്തെ സഫിൽ അവിടെ കാണും. അല്ലാഹു തൗഫീഖ് തരട്ടെ. അവിടെ ശരിയാകും. നമസ്കാരം കൃത്യമായി നിലനിർത്തുന്ന ആൾ. ഇഖാമത്ത് എന്ന് പറഞ്ഞാൽ എന്താ? കറക്റ്റ് ആയിട്ട് അക്യുറേറ്റ് ആയിട്ട് കറക്റ്റ് ആയിട്ട് ശ്രദ്ധിക്കുന്നവർ, അതാണ് ഇഖാമത്ത്. നിലനിർത്താൻ കറക്റ്റ് ആയിട്ട് നിലനിർത്തുക. സമയമൊന്നും അങ്ങോട്ടോ തെന്നുമാറുന്നില്ല. അങ്ങനെ തന്നെയാണല്ലോ ഇഖാമത്ത് കൊടുക്കാൻ. നമ്മള് പള്ളിയിലെ ഇഖാമത്ത് കൊടുക്കാൻ മോദിനെ കണ്ടില്ല, ശമ്പളം തന്നെ കേട്ടാ, അത് നമ്മുടെ പരിപാടി. നമ്മൾ ആ വിഷയത്തിൽ കറക്റ്റ് ആയിട്ട് അവിടെ നിൽക്കേണ്ട ആൾക്കാർ നോക്കാം. ഇഖാമത്ത് കറക്റ്റ് തമിഴ് വേണം. എന്നതുപോലെയാണ് അതേ വാക്ക് തന്നെ അല്ലാഹു ഉപയോഗിച്ചു. നമസ്കാരം അക്യുറേറ്റ് ആയിരിക്കണം. നമസ്കാരം അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധിക്കാൻ പാടില്ല, കറക്റ്റ് ആയിട്ട് നിസ്കരിക്കണം. തീർന്നില്ല, വർഷാവർഷം കണക്കെടുത്തിട്ട് തന്റെ സമ്പത്തിൽ നിന്നും തന്റെ കച്ചവടത്തിൽ നിന്നും പാവപ്പെട്ടവർക്ക് കൊടുക്കേണ്ട വിഹിതം കൃത്യമായി കൊടുത്തിരിക്കണം. പള്ളി കമ്മിറ്റിയിൽ അധികാരം പറ്റാൻ സക്കാത്ത് കൊടുക്കണം. സക്കാത്ത് ചോദിക്കുമ്പോൾ മറ്റുള്ളവരോട് ചോദിക്കുക, സക്കാത്ത് എടുക്കാട്ടാ, കാര്യം കൊടുക്കാറുണ്ട്. അജാരം കൊടുത്തായിരുന്നു. സക്കാത്ത് ആദ്യം നമ്മുടെ വിഷയത്തിൽ കൊടുക്കണം. അതാ പറഞ്ഞത്, സക്കാത്ത് കൊടുക്കുന്നവനായിരിക്കണം. സക്കാത്തില്ലാത്തൊരു പാവം പിടിച്ചവനാണ് പള്ളി കമ്മിറ്റിയിലുള്ളത്, പ്രസിഡന്റ് ആയതല്ലേ സെക്രട്ടറി ആയത് വിഷയമില്ല. സമ്പന്നൻ അവന്റെ സമ്പത്തിന്റെ സക്കാത്ത് കൊടുക്കണം. കറൻസിയുടെ സക്കാത്ത് ഉണ്ട്. ഫിത്ർ സക്കാത്ത് മറ്റേ 2.5 കിലോ അരി കൊടുക്കുന്ന കാര്യമല്ല ഈ പറയുന്നത്, അതെല്ലാരും കൊടുക്കുന്നതാണ്. ആകെ അത് മാത്രം വീട്ടിലുള്ള 5 പേരെ കണക്കാക്കിയിട്ട് 12.5 കിലോ അരി കൊണ്ട് കൊടുത്തേക്കും. അതല്ല ഈ പറയുന്നത്, അത് ശരീരത്തിന്റെ സക്കാത്താണ്. അത് നോമ്പിലുള്ള എന്തെങ്കിലും വിഷയങ്ങളൊക്കെ പരിഹരിക്കുന്നതിന് വേണ്ടി പരിഹരിക്കാൻ വേണ്ടിയുള്ളതാണ് ഫിത്ർ സക്കാത്ത്. അതല്ല, സമ്പത്തിന്റെ സക്കാത്തുണ്ട്, കച്ചവടത്തിന്റെ സക്കാത്തുണ്ട്. അതൊക്കെ വർഷാവർഷം കണക്കെടുത്തിട്ട് ഇത്ര രൂപയാകുമ്പോൾ എന്റെ നിസാബുണ്ട്, ആ തുക എത്തിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് സക്കാത്ത് കൊടുക്കണം. സ്വർണത്തിന്റെ സക്കാത്തുണ്ട്, വെള്ളിയുടെ സക്കാത്തുണ്ട്, കൊടുക്കണം. അതൊക്കെ കൊടുക്കുന്നവനാണ് പള്ളി കമ്മിറ്റിയിൽ ഇരിക്കാൻ അർഹനെന്ന് വിശുദ്ധമായ ഖുർആൻ പറയാൻ. തീർന്നില്ല, വലം യഖ്ശ ഇല്ലല്ലാഹ്, അല്ലാഹുവിനെ അല്ലാതെ ലോകത്തൊരു വസ്തുവിനെയും അവർ ഭയപ്പെടാൻ പാടില്ല.
അല്ലാഹ് അല്ലാതെ വേറൊരു മഖ്ലൂക്കിനെയും പേടിക്കാൻ പാടില്ല. ഒരു നിയമം ഒരു പാസ്സാക്കിയ പള്ളി കമ്മിറ്റിയിൽ പാസ്സായി കഴിഞ്ഞാൽ പിന്നെ അതിനെ ചോദ്യം ചെയ്യാൻ വരുത്തും വരണ്ട. പാസ്സാക്കുന്നത് നല്ല നിയമമായിരിക്കണം. ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ആകാനും പാടില്ല. വേറെ വിഷയം. അല്ലാഹ് അല്ലാതെ ഒരു ഒലപ്പാമ്പിനെയും കാണിച്ച് ഇവിടെ പേടിപ്പിക്കണ്ട, വേറൊരാളെ പറഞ്ഞിട്ട് പേടിപ്പിക്കണ്ട. എന്നാ അള്ളാന്റെ വിഷയം വരുമ്പോൾ പേടിക്കും വേണം. അതാണ് പറയുന്നത് വലം യഖ്ശ ഇല്ലല്ലാഹ്, അല്ലാഹുവിനല്ലാതെ വേറെ ആരെയും പേടിക്കണ്ട. റബ്ബിന്റെ വിഷയത്തിൽ നിങ്ങൾ ഈ കാര്യം ചെയ്തത് തെറ്റാണെന്ന് പറയുകയാണെങ്കിൽ ആ വിഷയം ഒന്നുകൂടി ഒന്ന് ശ്രദ്ധിക്കണം. പടച്ചവന്റെ പൊരുത്തത്തിന് മാത്രം നിലകൊള്ളുക. ചെയ്യുന്നതൊക്കെ പടച്ച റബ്ബിന്റെ പൊരുത്തം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അങ്ങനെ ചെയ്തു നോക്കിയേ. എങ്കിലോ ഫഅസാ ഉലൈക അയ്യകൂനു മിനൽ മുഹ്തദീൻ. എങ്കിൽ തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഇങ്ങനെ ചെയ്യുന്ന ആളുകൾ, അല്ലാഹുവിനെയും അന്ത്യദിനത്തെയും വിശ്വസിച്ചുകൊണ്ട് നമസ്കാരം നിലനിർത്തുന്ന ആളുകൾ, സക്കാത്ത് കൊടുക്കുന്ന ആളുകൾ, പടച്ച റബ്ബിനെ അല്ലാതെ ലോകത്തൊരു വ്യക്തിയെയും ഭയക്കാതെ ദീനിനു വേണ്ടി ഖിദ്മത്ത് എടുക്കുന്ന സേവനം ചെയ്യുന്ന നല്ല പരിപാലക സമിതി അംഗങ്ങളുണ്ടോ? അവർ തീർച്ചയായും സന്മാർഗത്തിൽ ഉൾപ്പെടുമെന്ന് വിശുദ്ധമായ ഖുർആൻ. ഉറപ്പായിട്ടും സന്മാർഗം സിദ്ധിക്കും. ഖുർആനിൽ ഇങ്ങനത്തെ ചില പദങ്ങളുണ്ട്. ആയേക്കാം, അസ എന്ന് പറഞ്ഞാൽ സാധാരണ രീതിയിൽ നമ്മൾ ഖുർആനിലെ മറ്റുള്ള എവിടെയെങ്കിലും കണ്ടാൽ ആയേക്കാം എന്നാണ് അറബി ഭാഷ അതിനർത്ഥം വെക്കുക. പക്ഷെ ഖുർആനിൽ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ലഅല്ല, അതുപോലെ അസ ഒക്കെ തുടങ്ങുന്ന പദം വന്നു കഴിഞ്ഞാൽ ലിത്തഹഖീഖി, അത് ഉറപ്പായിട്ടും അവർ ഹിദായത്ത് സിദ്ധിക്കുമെന്നാണ് അതിന്റെ അർത്ഥമെന്ന് ഇമാം താജുദ്ദീൻ സുബ്കി റഹിമഹുല്ലാഹ് ജമ്മുൽ ജവാമിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വിധാനശാസ്ത്രം. അപ്പൊ അതുകൊണ്ട് ഉറപ്പായിട്ടും ഒരു ഹിദായത്ത് കൊടുക്കും, ഒരു ഹിദായത്ത് സിദ്ധിച്ചവരാകും ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ. പള്ളി പരിപാലിച്ച് ഈ രീതിയിൽ നിലകൊണ്ടാൽ കിട്ടുന്ന ഗുണം എന്താ? ഹിദായത്ത് കിട്ടും. ഈ ഹിദായത്താണ് നമ്മൾ 5 വഖത്ത് നിസ്കാരത്തിൽ അല്ലാഹുവിനോട് ചോദിക്കുന്നത്. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം ചോദിക്കുന്നില്ലേ നിസ്കാരത്തിൽ? ഫാത്തിഹ സൂറത്തിൽ മുഅ്മിനീങ്ങൾ ചെയ്യുന്നതാകുന്ന നമസ്കാരത്തിലുള്ളതാകുന്ന ആകെയുള്ള പ്രാർത്ഥന അത് മാത്രമാണ്. അതുകൊണ്ടാണ് ഇമാം ബൈദാവി റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിന്റെ തഫ്സീറാകുന്ന അൻവാറുൽ തൻസീൽ വ അസ്റാറുൽ തഅ്വീൽ എന്ന് പറയുന്ന മനോഹരമാകുന്ന തഫ്സീർ ബൈദാവിയിൽ അദ്ദേഹം ആമുഖത്തിൽ കൊടുക്കുന്നു, വിശുദ്ധമായ സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ഒരു പേര് കൂടിയുണ്ട്, സൂറത്തുൽ ദുആഇ. ഇത് പ്രാർത്ഥനയുടെ സൂക്തമാണ്. ഖുർആൻ എന്ന പേരുണ്ട്. ഈ സൂറത്തിന് തന്നെ ഉമ്മുൽ ഖുർആൻ എന്നുണ്ട്. വിശുദ്ധമായ ഖുർആനിന്റെ ഉമ്മയാണെന്നുള്ള അർത്ഥമുണ്ട്. സൂറത്തുൽ ഫാത്തിഹ മറ്റൊരു നാമമാണ്. ഇതുപോലെ ഒരുപാട് നാമങ്ങളുടെ കൂട്ടത്തിൽ അദ്ദേഹം രേഖപ്പെടുത്തി ഈ സൂറത്തിന്റെ പേര് സൂറത്തു ദുആഇ, പ്രാർത്ഥനയുടെ സൂക്തമാണ്. ഏതാ പ്രാർത്ഥന? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. അവിടെ ആമീൻ പറയുമ്പോൾ നമ്മൾ എവിടെയാ നീട്ടേണ്ടത്? ആമീൻ. ആ മീമിന്റെ എവിടെ നീട്ടേണ്ടത്? ഞാൻ പറയാൻ കാരണം ഇന്നിപ്പോ ഞാൻ മഗ്‌രിബ് ഇമാം എന്നപ്പോ എല്ലാവരും ഈ ആ നീട്ടിക്കൊണ്ടുപോവാ. പിന്നെ സൂറത്ത് തീരാറായപ്പോഴാണ് മീം. എവിടെ നീട്ടേണ്ടത്? എവിടെയാണ്? ആമീൻ. അമീന്റെ എവിടെ കേട്ടോ? ഒന്ന് പറഞ്ഞേ. വലദ്ദാല്ലീൻ. ആടവിടെ കുറച്ച് കിട്ടിയാൽ മതി. ആമീൻ ആമീൻ. അങ്ങനെ പറഞ്ഞു. ഒന്ന് പറഞ്ഞേ, ഒന്നുകൂടി. ആമീൻ. അതൊക്കെ നമ്മൾ പറഞ്ഞു പഠിക്കണം. ഇതൊക്കെ എപ്പോ പഠിക്കാൻ? 90 വയസ്സായി, തീരാറായി, മുന്നിലോട്ട് കാല് കെട്ടിയിരിക്കും. ഇപ്പോഴും ആമീൻ ശരിയായിട്ടില്ല. നമ്മൾ തന്നെ എന്ന് റെഡിയാവും. ഇത് പഠിക്കാൻ. അല്ലാഹു തൗഫീഖ് തരട്ടെ. നമ്മൾ ഓരോ തെറ്റുകൾ വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അപ്പോൾ മാറ്റി അങ്ങോട്ട് പോയാൽ പിന്നെ റാഹത്താവും. അടുത്ത തലമുറ റെഡിയാവും. അൽഹംദുലില്ലാ, ഒരു കാര്യത്തിൽ നിങ്ങൾ വളരെ റാഹത്താണ്. കാരണം ഇമാമത്ത് നിൽക്കുന്നവർക്ക് വലിയ സന്തോഷം വരും. നിങ്ങളുടെ ആമീൻ അങ്ങോട്ട് കേട്ട് കഴിയുമ്പോൾ തന്നെ അങ്ങനെ വേണം, നല്ല ശബ്ദത്തിൽ. ഇതാ അമ്മനിൽ ഇമാമു ഫഖൂലു ആമീൻ. ഇമാം ആമീൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ അതിനോടൊപ്പം എന്ത് വേണം? ആമീൻ ഉറക്കെ പറയണേ എന്നാണ് സയ്യിദുനാ റസൂലുള്ളാഹി. ചില പള്ളിയിൽ ചെന്നാൽ അല്ലാഹു ആമീൻ കേൾക്കുന്നേ ഇല്ല. അങ്ങനെയുണ്ട്.
അങ്ങനെ ഒപ്പം ആമീൻ പറഞ്ഞാൽ മലക്കുകളുടെ ആമീൻ അതിനോടൊപ്പം തന്നെ ചേർന്ന് വന്നാൽ രക്ഷപ്പെട്ടു. വജബത്തു ലഹും, അവർക്ക് ഉത്തരം ലഭിക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അല്ലാഹു തൗഫീഖ് തരട്ടെ. അപ്പോൾ ദുആ ഇത് ഇവിടെ മുതലാണ് ഈ ഫാത്തിഹ സൂറത്തിൽ ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം എന്ന് തുടങ്ങുന്നത് മുതൽക്കാണ് ദുആ. അത് പറയാനാണ് ഞാൻ പറഞ്ഞത്. അവിടെ മുതലാ ദുആ. അതുകൊണ്ടാണ് ഈ സൂറത്തിന് എന്ത് കിട്ടിയത്? സൂറത്ത് ദുആ, ഈ പ്രാർത്ഥനയുടെ സൂക്തം എന്ന് കിട്ടിയത്. ഈ ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം എന്ന് ഒരു ദിവസം മുഅ്മിനീങ്ങളാകുന്ന നമ്മൾ ഫർദ് നമസ്കാരത്തിൽ തന്നെ എത്ര വട്ടം ചോദിക്കുന്നുണ്ട്? 17 റക്അത്താണ് 5 വഖത്ത് നമസ്കാരം. സുബഹി 2 മുതൽ അങ്ങനെ കണക്കാക്കിയാൽ മതി. സുബഹി 2, ളുഹർ 4, അങ്ങനെ ഫർദിൽ തന്നെ മൊത്തം 17 റക്അത്താണ്. 17 വട്ടം ചോദിക്കുന്നുണ്ട്. സുന്നത്ത് നമസ്കാരം കൂട്ടിയാൽ എത്രയായി? ഈ ചോദിക്കുന്നത് മുഴുവനും കിട്ടും ആർക്ക്? പള്ളി കൃത്യമായി പരിപാലനം എടുക്കുന്ന ആൾക്ക്. അവൻ ആരായിരിക്കണം? ഈ ക്വാളിറ്റി ഉണ്ടായിരിക്കണം. മനസ്സിലായോ? പള്ളി കമ്മിറ്റിക്കാർ നിസ്സാരക്കാരല്ല, അവർക്ക് കിട്ടുന്ന ക്വാളിഫിക്കേഷൻ പറയാണ്. ഈ ക്വാളിഫിക്കേഷനിലൂടെ അവർ കൃത്യമായി പോയാൽ അവർ സന്മാർഗം സിദ്ധിച്ച, ഹിദായത്ത് സിദ്ധിച്ച ആളുകൾ ഉൾപ്പെടും എന്ന് വിശുദ്ധമായ ഖുർആൻ. അല്ലാഹു കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തപ്പെടും. അപ്പൊ പരിപാലനം നമ്മൾ നിസ്സാരമായി കാണണ്ട, വലിയ കൂലി കിട്ടുന്ന കാര്യമാണ്. ഞാൻ ഈ പറഞ്ഞു അവർക്ക് കിട്ടുന്ന ശ്രേഷ്ഠത ചെറുതല്ല. ഹിദായത്ത് സ്വീകരിച്ചവരായി മാറുമെന്ന് വിശുദ്ധമായ ഖുർആൻ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അമാനത്തില്ലാതെ ആരെങ്കിലും മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായും അവൻ ഈമാനില്ലാത്തവനായി പോകുമത്രേ. അമാനത്ത്, ഈ ഏൽപ്പിക്കപ്പെട്ട ദൗത്യം പരിപൂർണമായി നിർവഹിക്കാതിരുന്നാൽ അവൻ ആരാകും? ഈമാനില്ലാത്തവനാകും. നിർവഹിച്ചാലോ അവൻ ഹിദായത്ത് സിദ്ധിച്ചവനാകും. അതിനായത്ത് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ലാ ഈമാന ലിമൻ ലാ അമാനത ലഹു വലാ ദീന ലിമൻ ലാ അഹ്ദ ലഹു. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുൾ ചെയ്യുകയാണ്, ലാ ഈമാന ലിമൻ ലാ അമാനത ലഹു. ഹക്കടപാടുകൾ സൂക്ഷിക്കാതെ പോകുന്നവരെ, നിലനിർത്താതെ ശ്രദ്ധിക്കാതെ പോകുന്നവരെ, ഈമാനില്ലാത്ത വിഭാഗത്തിലാണ് നിങ്ങൾ ഉൾപ്പെടുന്നത് എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. കച്ചവടം ചെയ്യുന്ന സഹോദരങ്ങളുടെ ശബ്ദം ശ്രവിക്കുന്നുണ്ട് എങ്കിൽ ആ കച്ചവടത്തിൽ നിനക്ക് ഹക്കടപാടുണ്ട്. അത് ശ്രദ്ധിക്കേണ്ടതാണ്. മാതാപിതാക്കളെ ശ്രദ്ധിക്കൽ മക്കളുടെ ഹക്കടപാടുകളാണ്. അവർക്ക് വേണ്ടുന്ന ശുശ്രൂഷകൾ നൽകൽ നിങ്ങളുടെ അമാനത്താണ്. അത് ശ്രദ്ധിക്കാതെ പോയാൽ ഈമാനില്ലാത്തവനാകുമേ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. പ്രായാധിക്യം ചെന്നതാകുന്ന മാതാപിതാക്കൾ വീട്ടിലുണ്ടായിരിക്കെ അവരെ ശ്രദ്ധരായി പോകുന്ന മക്കളില്ലയോ? അവരെ ചീത്ത വിളിക്കുന്നവരില്ലയോ? അവരെ ശകാരിക്കുന്നവരില്ലയോ? അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാതെ ക്രൂശിക്കുന്നതാകുന്ന മക്കളില്ലയോ? ആ മാതാപിതാക്കളെ നോക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടുകൊണ്ട് തട്ടുന്നതാകുന്ന സമ്പന്ന പ്രഭുക്കളായ മക്കളില്ലയോ? ലാ ഈമാന ലിമൻ ലാ അമാനത ലഹു. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഈമാനില്ലാത്ത വിഭാഗമാണ് സ്വന്തം ഭാര്യയോടുള്ള കടമകൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഭർത്താവിനോടുള്ള കടമകൾ ശ്രദ്ധിക്കാതെ പോകുന്ന പെങ്ങളെ, ഈമാനില്ലാത്തവളാണ് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. പള്ളിയുടെ പരിപാലനം ഏറ്റെടുത്തുകൊണ്ട് കറങ്ങുന്ന കസേരയിലേക്കുന്നതാകുന്ന കമ്മിറ്റി ഭാരവാഹികളെ പഠിച്ചു വെക്കണേ. അല്ലാഹുവിന്റെ റസൂലിന്റെ അധ്യാപനമാണ്. പള്ളിയുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കണേ. ഇമാമിന്റെ കാര്യങ്ങൾ ഗൗരവത്തിൽ കാണണേ. ദർസുള്ളതാകുന്ന രംഗമാണ് എങ്കിൽ ആ മുദരിസിന്റെ കാര്യങ്ങൾ, അവിടെ പഠിക്കുന്ന കുട്ടികളുടെ കാര്യങ്ങൾ, അവർക്ക് ഭക്ഷണം കിട്ടുന്നുണ്ടോ? അവർക്ക് പാർപ്പിട സൗകര്യങ്ങളുണ്ടോ? പള്ളിയിൽ നമസ്കരിക്കാൻ വരുന്നവർക്ക് വായുവുണ്ടോ? വെളിച്ചമുണ്ടോ? അവർക്ക് ഫാനിന്റെ കാറ്റ് കൃത്യമായി കിട്ടുന്നുണ്ടോ? എയർ കണ്ടീഷൻ ഫിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്തെങ്കിലും കേടുപാടായിട്ടുണ്ടോ?
മൈൻഡിന് എന്തെങ്കിലും ശമനം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് തീർക്കാനുള്ള സാമ്പത്തിക ശേഷിയുണ്ടോ, ഇല്ലെങ്കിൽ അത് പിരിക്കാൻ നീ മുന്നിട്ടിറങ്ങണേ. കിട്ടുന്ന പൈസ എണ്ണിവെക്കൽ മാത്രമല്ല നിന്റെ ഉത്തരവാദിത്വം, നീ അള്ളാന്റെ ദീനിന് വേണ്ടി ഇറങ്ങണേ. അള്ളാന്റെ റസൂല് പറയുകയാണ്, ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ട് ആ ഉത്തരവാദിത്വം നിർവഹിക്കാത്ത ആളുകൾ ലാ ഈമാൻ, അവൻ യഥാർത്ഥ വിശ്വാസിയല്ല എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. തീർന്നില്ല, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, വലാ ദീന ലിമൻ ലാ അഹദ ലഹു. കരാറ് ചെയ്യുന്നവരെ വാളിന്റെ സദസ്സിൽ എഴുന്നേറ്റിരുന്നുകൊണ്ട് ഞാൻ 6666 പള്ളിക്ക് വേണ്ടി കൊടുക്കാം, മദ്രസയ്ക്ക് വേണ്ടി കൊടുക്കാം, ദീനിന് വേണ്ടി കൊടുക്കാം, ഇന്നടത്ത് ഷീറ്റെടുന്നതിന് കൊടുക്കാം, ഇന്ന ടെറസിന് വേണ്ടി കൊടുക്കാം, പള്ളിയുടെ മിനാരം പണിയുന്നതിന് വേണ്ടി കൊടുക്കാം, മൂത്രപ്പുര വികസിപ്പിക്കുന്നതിന് വേണ്ടി കൊടുക്കാം, തൈല് മാറുന്നതിന് വേണ്ടി കൊടുക്കാമെന്നൊക്കെ വാഗ്ദാനത്തിന്റെ പെരുമറയിട്ടുകൊണ്ട് മുങ്ങി നടക്കുന്ന ആളുകളെ വലാ ദീന ലിമൻ ലാ അഹ്ദല, കരാറ് പൂർത്തീകരിക്കാത്തവന് ദീനില്ല, ദീനിൽപ്പെട്ടവനല്ല എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. 6000 ഹാജിയാരെ സ്വർഗ്ഗത്തിലെത്തിച്ചു. വാദം കഴിഞ്ഞു പോയി. പിറ്റേ ദിവസം ശരിയാണ് ഹാജിയാർ ഇന്നലത്തെ ആവേശത്തിൽ പറഞ്ഞു പോയതാണ്. അടുത്ത ആഴ്ച അവൻ ദീനില്ലാത്തവനാണ്. സയ്യിദുനാ റസൂലുള്ളാഹി ഗൗരവത്തിൽ മനസ്സിലാക്കണ്ടേ, കൊടുക്ക. അവൻ നാളെ മുതൽ കൈവക്കണ്ട, റാഹത്തായി. അത് വേറെ ശിക്ഷയാണ്. അതിനടുത്ത കൈവെക്കുന്നോണ്ടല്ലേ കട്ടിക്കടിച്ച് അനങ്ങാതിരുന്നാ പോരെ. പാരമ്പര്യമായിട്ട് ഞങ്ങൾക്ക് കിട്ടി വന്നിരുന്ന അതാണ്. കുറച്ചൊക്കെ ആയത്തോന്നിയപ്പോ കൈവക്കി പോയതാണ്. അപ്പൊ അത് വലിയ വിഷയമെങ്കിൽ നാളെ മുതൽ കൈവെക്കാതിരിക്കാം. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും, അങ്ങനെ ചിന്തിക്കുന്നുണ്ട്. പിന്നെ ഇടങ്ങേറുണ്ട് അവരസ് ആകെ ഇടങ്ങേറ്. വലാ ദീന ലിമൻ ലാ അഹ്ദ ലഹു, കരാറ് ചെയ്തിട്ടത് പൊളിക്കുന്നവരെ, കരാറ് ചെയ്തിട്ടത് പൊളിക്കുന്നവരെ, ഞാൻ നിനക്കത് ചെയ്തു തരാം, ഞാൻ നിനക്കൊരു 10,000 തരാം, ഞാൻ നിനക്കൊരു കാർ വാങ്ങിച്ചു തരാം, ഞാൻ നിനക്കൊരു മൊബൈൽ വാങ്ങിച്ചു തരാം, ഞാൻ നിനക്ക് ഇന്ന സമയത്ത് ഇന്ന രീതിയിൽ നിനക്ക് സഹായം നൽകാം, നിന്റെ മകളെ കെട്ടിക്കാൻ നേരത്ത് ഞാനൊരു 10 പവൻ നിനക്ക് നൽകാം, നിനക്കൊരു 5 സെന്റ് ഭൂമി ഞാൻ നിനക്ക് നൽകാമെന്നൊക്കെ വാഗ്ദാനത്തിൽ ഒരുപാട് വാഗ്ദാനങ്ങളുടെ പെരുമറ കൊണ്ട് ജനങ്ങളുടെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്ന ആൾക്കാരെ വലാ ദീന ലിമൻ ലാ അഹ്ദ ലഹു, കരാറ് പൂർത്തീകരിക്കാത്തവൻ ദീനിൽപ്പെട്ടവനല്ല എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ഭയങ്കര ഗൗരവമാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ, മനസ്സിലാക്കാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. ലോകാവസാന അടയാളമാണ്. നല്ല ആളുകളെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് വേണം ഓരോ കാര്യങ്ങൾ നമ്മളെ ഏൽപ്പിക്കാൻ. ഓരോ കാര്യങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ആൾക്ക് ദീനുണ്ടോ ഇതൊക്കെ ഉണ്ടോ എന്നൊക്കെ സമൂഹം നാളെ പടച്ചറപ്പിന്റെ ഹിസാബ് പറയേണ്ട വിഷയമാണ്. അല്ലാതെ ആളുകൾ ആരെങ്കിലും ഒക്കെ പിടിച്ച് ഇതിന്റെ മാനേജറാക്കി ഷെയ്ഖാക്കി വെച്ചിട്ട് അവസാനം എന്തെങ്കിലും ഫിത്തിനായി പോയി. എന്ത് കാര്യത്തിൽ ദീനുള്ളവനെയാണ് പ്രാമുഖ്യം കൊടുക്കുന്നത്.